തുടക്കത്തിൽ കഥാനായികയായ വെന്നിനെയാണ് കാണിക്കുന്നത്. അവൾ ഡെലിവറി ഗേളായിട്ടാണ് ജോലി ചെയ്യുന്നത് തന്നെ. അങ്ങനെ സ്കൂട്ടറിൽ പോകുമ്പോൾ അതുവഴി പോയ ഒരു കാറിൽ നിന്ന് അവളുടെ മേൽ വെള്ളമടിച്ചിട്ട് പോവുകയാണ്. ഒരു മാനേഴ്സ് ഇല്ലാതെയാണ് പോകുന്നത്. അറ്റ്ലീസ്റ്റ് സോറിയെങ്കിലും പറയണ്ടേ എന്ന് പറഞ്ഞ് അവൾ നട റോട്ടിൽ നിന്ന് ചീത്ത പറയുന്നു. അങ്ങനെ അവൾ വരും വഴിയിൽ വെച്ച് അവളുടെ മേൽ വെള്ളം തെറിപ്പിച്ച അതേ കാറ് ഒരു വയസ്സായ ലേഡിയെ ഇടിച്ചത് കാണുന്നു. ഇത് കണ്ട വെൻ കാറ് കാണുമ്പോഴാണ് അവളുടെ മേൽ വെള്ളം ഒഴിച്ച കാറാണെന്ന് അവൾ അറിയുന്നത്. ഉടനെ അവൾ പോയി ഒരാളെ ഇടിച്ചിട്ട് പുറത്ത് വന്ന് ഒന്നും നോക്കുകയും പോലും ചെയ്യില്ല. അകത്ത് തന്നെ ഇരിക്കുകയാണോ എന്ന് പറഞ്ഞ് ചീത്ത പറയുമ്പോൾ ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചു. അത് കണ്ട് പേടിച്ച് ആ മുത്തശ്ശി അവിടുന്ന് ഓടുകയാണ്. സത്യത്തിൽ അവരെ ആ കാറ് ഇടിച്ചിട്ടോലില്ല, ക്യാഷിന് വേണ്ടി ആക്ട് ചെയ്തതായിരുന്നു. അപ്പോഴാണ് കാറിലെ വിൻഡോ പയ്യെ താഴ്ത്തി നമ്മുടെ ഹീറോയെ കാണിക്കുന്നത്. ഇവന്റെ പേരാണ് ഫോ. സിറ്റുവേഷൻ കണ്ടിട്ട് പോലും നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് അവൻ കമ്പനിയിലേക്ക് പോവുകയാണ്. ഹീറോ ഭയങ്കര ദേഷ്യക്കാരനും അതുപോലെ തന്നെ നല്ല ഡിസിപ്ലിൻ ഉള്ള വ്യക്തിയും കൂടിയാണ്. കമ്പനിയുടെ സിഇഒ ആണ് മിസ്റ്റർ ഫോ. അവനു വേണ്ടി മാത്രമായിരിക്കും അവിടെ ഒരു ലിഫ്റ്റ്. ആ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ അവിടെ അവന്റെ കമ്പനിയിൽ തന്നെയായിരിക്കും അവൾക്ക് ഡെലിവറി. സമയം വൈകിയത് കാരണം വേഗം ഓടി അവന്റെ ലിഫ്റ്റിലേക്ക് കയറുന്നു. അപ്പോൾ അവിടെ ഫോനെ കണ്ട അവൾ ഒന്ന് ഷോക്കാവുകയാണ്. എന്നിട്ട് അവൻ അവളോട് പുറത്തേക്ക് പോകാനായി പറഞ്ഞു. നീ ആരാണ് എന്നെ പുറത്താക്കാനെന്ന് പറയുമ്പോൾ ഫോ ഒന്ന് നേരെ നോക്കാനായി പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ഇവനാണ് ഈ കമ്പനിയുടെ സിഇഒ എന്ന്. അപ്പോൾ പെട്ടെന്ന് ലിഫ്റ്റ് ഡാമേജ് ആവുകയാണ്. പെട്ടെന്ന് കുലുക്കത്തിൽ വെന്ന് ഫോനെ കിസ് ചെയ്തതും രണ്ടുപേരും മയങ്ങി വീഴുകയാണ്. ഈ സീൻ കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഫോനെയാണ്. അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അസിസ്റ്റന്റ് തൊടാൻ പോയതും അതിനുള്ളിൽ അവന്റെ കൈ തട്ടി മാറ്റുകയും അപ്പോൾ ഡോക്ടർ അവിടേക്ക് വരുമ്പോൾ ഡോക്ടറിനെയും അടിക്കുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം നോട്ട് ചെയ്യുന്നത്. അവന്റെ വോയിസ് ഒരു ആണിന്റെ വോയിസ് പോലെ. അപ്പോൾ അടുത്തുള്ള ബെഡിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുകയാണ്. രണ്ടുപേരും കർട്ടൻ മാറ്റുമ്പോൾ ഒന്ന് ഷോക്കാവുകയാണ്. എന്നാണ് പറ്റിയെന്ന് വെച്ചാൽ ഫൂവിന്റെ ആത്മാവ് വെന്നിന്റെ ശരീരത്തിലും വെന്നിന്റെ ആത്മാവ് ഫൂവിന്റെ ശരീരത്തിലേക്കും മാറിയിരിക്കുന്നു. അപ്പോൾ വെന്ന് ഫൂവിനോട് എന്റെ ശരീരം താടാ എന്ന് പറഞ്ഞ് കൂടെ ഫൂവിന്റെ ശരീരത്തിൽ അടിക്കുകയും അപ്പോൾ അസിസ്റ്റന്റ് വന്ന് ബോസിന് ഇന്ന് വാനുമായിട്ട് ഒരു മീറ്റിംഗ് ഉള്ള കാര്യം പറയുന്നു. ഫൂ അവളെ അകത്തേക്ക് കയറ്റി കർട്ടൻ മൂടിയിട്ട് ഈ മീറ്റിംഗ് എനിക്ക് പ്രധാനപ്പെട്ടതാണ്, നീ എൻ്റെ കൂടെ വരണമെന്ന് വെന്നിനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനു വരണം എന്ന് വെന്ന് പറയുമ്പോൾ നീ വന്നാൽ 2 മില്യൺ തരാമെന്ന് പറയുന്നു. അപ്പോഴും അവൻ സമ്മതിക്കുന്നില്ല. എന്നാൽ 100 മില്യൺ തരാമെന്ന് പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നു. ശേഷം ടിപ് ടോപ്പായിട്ട് രണ്ടുപേരും കമ്പനിയിലേക്ക് പോകുന്നു. ഫോനാണെങ്കിൽ ഹീലിട്ടത് നടക്കാൻ പോലും അറിയില്ല. പക്ഷേ എങ്ങനെയോ നടന്ന് അവിടെ എത്തുകയാണ്. അങ്ങനെ വെന്നിന്റെ ശരീരത്തിലാണ് എന്നറിയാതെ ഫൂ കസാരയിൽ കയറിയിരിക്കുന്നു. അപ്പോൾ അത് കണ്ട വാൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് അവന് ബോധം വരുന്നത്. ഉടനെ എഴുന്നേറ്റ് ഫൂവിന്റെ ശരീരം ആണല്ലോ എന്ന് വെന്നുള്ളത്. എന്നിട്ട് അവൾ അവസരം നോക്കി വാനോട് ഇത് എൻ്റെ മണ്ടനായ പുതിയ അസിസ്റ്റന്റാന്ന് പറയുന്നു. ശേഷം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയ അണ്ടർവെയർ ലോഞ്ച് ചെയ്യുന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് ഫൂവിനോട് ചോദിക്കുമ്പോൾ ഫൂവിൻ്റെ ശരീരത്തിലാണല്ലോ വെന്ന്. അവൾ അവനെ നോക്കി ഞാൻ എന്താ ചെയ്യുന്നത് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് നല്ലതാണ്, നമുക്ക് മെയിൽ മോഡലിനെ വെച്ച് ക്യാറ്റ് വാക്കിംഗ് ചെയ്യാം, പയ്യന്മാരുടെ മസിൽ കാണാൻ തന്നെ ഒരുപാട് പേര് കാണുമെന്ന് പറഞ്ഞ് അവൾ ആ ടേബിൾ കയറി ഷർട്ടെല്ലാം ഊരാൻ ആരംഭിച്ചു. ഇത് കണ്ട ഫൂ നീ എൻ്റെ മാനം കളയലോ എന്ന് പറഞ്ഞ് അവനെ താഴെ ഇറക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. നീ എന്താ ചെയ്യുന്നത്? ഈ മീറ്റിംഗ് കുളമാക്കിയാൽ നിനക്ക് ഞാൻ പറഞ്ഞ ക്യാഷൊന്നും തരില്ല എന്ന് പറയുമ്പോൾ അവൾ ഞാനല്ലേ ഇപ്പോൾ സിഇഒ, എൻ്റെ കയ്യിലല്ലേ ക്യാഷ് ഉള്ളത് എന്ന് പറഞ്ഞതും അവനിട്ട ഡ്രസ്സെല്ലാം അയക്കാൻ ശ്രമിക്കുന്നു. നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, നീ പറയുന്നതും എന്തും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞതും അവൾ ഒട്ടും തന്നെ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവളുടെ ഷർട്ടൂര നോക്കുന്നു. ആ ഒരു സമയത്ത് അവൻ അറിയാതെ അവളെ മീറ്റിംഗ് നടക്കുന്ന ഭാഗത്തേക്ക് തള്ളിയിടുകയാണ്. അത് കാണുന്ന അവിടെയുള്ളവർ മിസ്റ്റർ ഫൂവിന്റെ ബോഡിയാണല്ലോ, അത് കണ്ട് ഫോട്ടോ എടുക്കുന്നു. ഇതെല്ലാം കണ്ട വാൻ ഈ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഫൂ വാനിന്റെ പിന്നാലെ പോയി നമുക്കിന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ വാങ് കേൾക്കാത്ത മട്ടിൽ പോവുകയാണ്. അവർ പോയതിനു ശേഷം പിന്നാലെ ഒരു ലേഡി വരുന്നു. അത് മറ്റാരുമല്ല ഫൂവിന്റെ ഫിയാൻസിയാണ്. കുടുംബക്കാർ കണ്ടുപിടിച്ച ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഫൂവിന് അവളെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അവൾ വന്ന് അവന്റെ മുഖത്തടിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വെന്ന് വന്ന് അവന്റെ ഫേസ് നോക്കി അയ്യോ എൻ്റെ മുഖം എന്ന് പറഞ്ഞ് എന്തിനാണ് നീ അവളെ അടിച്ചെന്ന് വെൻ ചോദിക്കുമ്പോൾ നീ എൻ്റെ ഫിയാൻസിയല്ലേ, എന്തിനാണ് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ചോദിക്കുന്നു. അപ്പോൾ അവൻ ഞങ്ങൾ 2 പേർക്കിടയിലും ഒന്നും തന്നെയില്ല എന്ന് പറയുമ്പോൾ അവർ അന്ന് ലിഫ്റ്റിൽ ആക്സിഡന്റായി 2 പേരും കിസ് ചെയ്ത വീഡിയോ കാണിക്കുന്നു. അത് ആക്സിഡന്റിൽ സംഭവിച്ചാണെന്ന് പറയുമ്പോൾ അവൾ വിശ്വസിക്കുന്നില്ല. ഫൂ വെന്നിനോട് ഇവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കാനായി പറയുന്നു. അവൾ ക്യാഷ് വേണമെന്ന് പറയുകയാണ്. ഇവളും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കിയാൽ തരാമെന്ന് സമ്മതിക്കുന്നു.
അങ്ങനെ അവളെ വെറുപ്പിക്കുന്ന രീതിയിൽ അവൾ സംസാരിച്ച് വിട്ടേക്കുകയാണ്. ശേഷം അവൻ്റെ കമ്പനി അവൾക്ക് വേണ്ടി ഒരു ജോലിയും കൂടി സെറ്റാക്കി കൊടുക്കുകയാണ്. പക്ഷേ ഇതേ കമ്പനിയിലാണ് വെന്നിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് വർക്ക് ചെയ്യുന്നത്. അവളെ കണ്ട എക്സ് അവളുടെ ശരീരത്തിൽ ഇപ്പോൾ ഹീറോ ആണെന്നറിയാതെ വെറുപ്പിക്കാനായി വരികയാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ നീ ഇവിടെ ജോലിക്കായി വന്നതെന്ന് എക്സ് പറയുമ്പോൾ ഇവൻ എന്താണ് പറയുന്നത് എന്നവന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് എക്സ് അവളെ ചെറുതായിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവളുടെ ഫോട്ടോ കാണിച്ച് അവളോട് ഈ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായി പറഞ്ഞു. പോയില്ലെങ്കിൽ ഈ ഫോട്ടോ എല്ലാം ഈ കമ്പനിയിലെ എല്ലാവരുടെയും കയ്യിലെത്തുമെന്ന് പറയുമ്പോഴാണ് ഇവൻ അവളുടെ എക്സ് ആണെന്ന് അവൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എക്സിന്റെ കയ്യിലുണ്ടായ ഫോൺ വാങ്ങിച്ച് നശിപ്പിക്കുന്നു. അവനെ അടിക്കാനായി കൈപ്പൊക്കിയതും ഫോണാണല്ലോ ശരീരത്തിൽ അടിച്ചു വീഴ്ത്തുന്നു. അതുവഴി വെന്നു വരുന്നു. വെന്നിനെ കാണുമ്പോൾ ഫോണാണല്ലോ. ഫോനെ കണ്ടതും ഇവളെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്ക്, എന്നെ അടിച്ചു, ഇവൾക്ക് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു പഠിപ്പും വിവരം ഇല്ലെന്ന് പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വരികയും അസിസ്റ്റന്റിനോട് എക്സ് ബോയ് ഫ്രണ്ടിനെയും അവൻ്റെ ഫ്രണ്ട്സിനെയും ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനും ഒരു കമ്പനിയിലും ഇവരെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യാനായി പറഞ്ഞു. എക്സ് ഉടനെ അവൻ്റെ കാലിൽ വീണ് എന്നോട് കുറേശ്ശെങ്കിലും കരുണ കാട്ടി ഫോനോട് എന്നെ ഫയർ ചെയ്യരുത് എന്ന് പറഞ്ഞ് കെഞ്ചുമ്പോൾ അവൻ ഫയറൊന്നും ചെയ്യില്ല. പക്ഷെ നിനക്ക് ഞാൻ വേറെ ജോലി വെച്ചിട്ടുണ്ട്, നാളെ മുതൽ ടോയ്ലറ്റ് കഴുകുന്ന ജോലി നോക്ക്, അതായിരിക്കും നിനക്ക് കറക്റ്റ് എന്ന് പറയുന്നു. ശേഷം ഫോന്റെ വീട്ടിലായിരിക്കും ഇപ്പോൾ അവളും. അപ്പോൾ അവൻ നീ എന്തിനാണ് അവനെ ഫയർ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ അവനെ കുറേശ്ശെ ഇഞ്ചിഞ്ചായി കൊല്ലണമെന്ന് പറയുന്നു. അപ്പോൾ അവൻ കുളിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് ഡ്രസ്സ് വരുമ്പോൾ അവൻ അതിന് സമ്മതിക്കുന്നില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ കുളിച്ചില്ലെങ്കിലും നിന്റെ ബോഡിയിലായിരിക്കും സ്മെല്ലടിക്കുക എന്ന് പറയുമ്പോൾ അവൾ കുളിപ്പിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവൾ അവൻ്റെ ഡ്രസ്സെല്ലാം പയ്യെ സാവധാനം അഴിക്കുന്നത് കൊണ്ട് തന്നെ അവന് ദേഷ്യം കയറി അവളെ തട്ടി മാറ്റിയിട്ട് ഡ്രസ്സെല്ലാം ഊരുന്നു. ഇവളും എടാ നോക്കല്ലേന്ന് പറഞ്ഞ് അവൻ്റെ ഷ്രഗ് വെച്ച് മൂടുമ്പോൾ ഈ സമയത്ത് കറക്റ്റായിട്ട് ഫൂൻ്റെ അമ്മ വരുന്നത്. ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ഷോക്കാവുകയും ശേഷം രണ്ടുപേരെയും ഇരുത്തി കാര്യങ്ങൾ ചോദിക്കുന്നു. അവൻ അവളുടെ ശരീരത്തിൽ ആണെന്നുള്ള കാര്യം ഓർക്കാതെ അമ്മയെന്ന് വിളിക്കുന്നു. അപ്പോൾ അവർ തുറച്ചു നോക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത്. ഉടനെ ആൻറ്റി സോറി എന്ന് പറയുന്നു. ഇവൾ ഒരു ഡെലിവറി ഗേൾ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മരുമകളായിട്ട് കാണില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല, അവൾ എൻ്റെ അസിസ്റ്റൻറ്റും ബിൽ കൗണ്ടറിൽ ഇരിക്കുന്നവളാണ് എന്ന് പറയുമ്പോൾ അമ്മ ഓവറായിട്ട് ചീത്ത പറയുന്നു. ഇത് കണ്ടവൻ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉള്ളതല്ലേ, എന്തിനാണ് ചെറിയ കാര്യത്തിന് ഓവറായി ടെൻഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അമ്മയ്ക്ക് മരുന്നെല്ലാം എടുത്തു കൊടുക്കുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവൾ ചെയ്യുന്നത് കണ്ട് അമ്മ ചോദിക്കുകയാണ്, നീ എന്ത് കാണിച്ചാലും നിന്നെ ഞാൻ മരുമകളായിട്ട് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞു പോകുന്നു. അന്ന് രാത്രി അമ്മ അവന് വേണ്ടി സൂപ്പെല്ലാം റെഡിയാക്കി വരുമ്പോൾ വെന്നാണല്ലോ അവൻ്റെ ശരീരത്തിലുള്ളത്. അവൾ കിടന്നുകൊണ്ട് കുറെ മസിലുള്ള പയ്യന്മാരുടെ വീഡിയോ എല്ലാം കണ്ട് പോരാത്തതിന് ഉമ്മയും കൊടുക്കുന്നു. ഇത് കണ്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി. എൻ്റെ മോന് പയ്യന്മാരെയാണ് ഇഷ്ടമെന്ന് കരുതി ഒച്ചുണ്ടാക്കുകയാണ്. അടുത്ത ദിവസം അവൻ്റെ അമ്മ അവളോട് അവന് വിവാഹം കഴിക്കാനായി പറഞ്ഞ് കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ്. പക്ഷേ അവന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്നിട്ട് അമ്മ കണ്ണാടി മാറ്റി കാണിക്കുകയാണ്. കണ്ണിന് ചുറ്റും കറുത്ത പാട് കാണുമ്പോൾ ഇത് എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇന്നലെ കാണാത്ത കാഴ്ചകൾ കണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി അവൾ പയ്യന്മാരുടെ ഫോട്ടോ കണ്ട് ഷോക്കായില്ലേ. ഇന്നലെ അവൻ ഒരു പയ്യന്റെ ഫോട്ടോ എല്ലാം കണ്ട് കാഴ്ച ഓർത്ത് ആ പയ്യനെ ഇവൻ വിവാഹം കഴിച്ച് വെഡ്ഡിങ് ഡ്രസ്സെല്ലാം ഇട്ട് വരുന്നത് ചിന്തിച്ച് ഇന്നലെ ഉറങ്ങാത്തതായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഓർത്തിട്ട് അമ്മ അവളോട് ഇവന് വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് ക്യാഷ് കൊടുക്കുന്നു. പക്ഷേ അമ്മ എന്താണ് പറഞ്ഞു വരുന്നതെന്നും ഇവന് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് തന്നെ ആ കാർഡ് വാങ്ങിച്ച് അവൾ വിവാഹത്തിന് സമ്മതിക്കുകയാണ്. ഇതെല്ലാം കണ്ടവൻ ദേഷ്യം വരികയും ക്യാഷിന് അത്യാർത്ഥി മൂത്തവളാണ് എന്ന് മനസ്സിൽ ചീത്ത പറയുന്നു. ദെൻ രണ്ടുപേരും മാരേജ് കഴിയുകയാണ്. മാരേജ് സർട്ടിഫിക്കറ്റിൽ അവളുടെ ഫോട്ടോ കണ്ട് എടാ നിനക്ക് എൻ്റെ നല്ല ഫോട്ടോ വെച്ചാൽ പോരെ, ഉള്ളതിൽ മോശമായിട്ടുള്ള ഫോട്ടോ ആണല്ലോ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ റിയൽ ബോഡിയിൽ വന്നതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ഡിവോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവൾക്കൊരു കോള് വരുന്നു. വെന്നിൻ്റെ അമ്മയുടെ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്, വേഗം ഹോസ്പിറ്റലിൽ വരാനായി പറഞ്ഞു. ശേഷം അമ്മയെ കാണാനായി എത്തുകയാണ്. അവൻ അവളുടെ അമ്മയോട് നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ ഫോനെ കണ്ട അമ്മ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെന്നിൻ്റെ ബോസാണെന്ന് പറയുന്നു. എൻ്റെ മോളെ നല്ലോണം നോക്കണം, അവൾ ചെറുതിലെ മുതൽ കഷ്ടപ്പെടുന്നതാണ്. ഞാനും എൻ്റെ ഭർത്താവും ഡിവോഴ്സ് കഴിഞ്ഞതാണ്. ശേഷം ഭർത്താവ് വേറൊരു മാരേജും ചെയ്തു. അദ്ദേഹം മരിച്ചതിന് ശേഷം സ്റ്റെപ്പ് മദർ എൻ്റെ മോളെ ഒരുപാട് ദ്രോഹിച്ചായിരുന്നു. അതുകൊണ്ട് അവളെ നല്ലോണം നോക്കിക്കോളണമെന്ന് പറയുകയാണ്. അവൾക്കിതെല്ലാം കേൾക്കുമ്പോൾ സങ്കടമാവുകയും അവൾ കരയുകയും ചെയ്യുന്നു.
ഇത് കാണുന്നവൻ അമ്മയോട് എൻ്റെ ബോസിന് മനക്കട്ടിയില്ലാത്ത ഒരാളെന്ന് പറയുന്നു. ശേഷം അവർ രണ്ടേരും പുറത്തേക്ക് വരുമ്പോഴാണ് അവരുടെ അമ്മയുടെ മെഡിക്കൽ ബിൽസിന് വേണ്ടിയിട്ടാണ് ഇവൾ ക്യാഷിന് വേണ്ടി പരക്കം പായുന്നത്. സത്യം അറിയുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവൾ ചോദിച്ചതെന്ന് ചിന്തിക്കുന്നു. എന്നിട്ട് അവളോട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ വന്നതിന് ശേഷം നിനക്ക് ഞാൻ പ്രമോഷൻ തരാമെന്ന് പറയുന്നു. അവൾ അതൊന്നും വേണമെന്ന് പറയുകയും അവർ അവിടെ നിന്ന് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട്